എൻ്റെ സ്വപ്നങ്ങളും പൂവണിഞ്ഞു. ഇത് എൻ്റെ 3 ആപ്പിൾ ചെടികളുടെ ഒരു കഥയാണ്. ഞാൻ 4-5 വർഷം മുമ്പ് കട്ടപ്പനയിലെ മിറാക്കിൾ ഫാംസ് എന്ന ഒരു നഴ്സറിയിൽ നിന്ന് കൊറിയറിൽ 5 ആപ്പിൾ തൈ വാങ്ങിക്കുകയും അത് നട്ട് പരിപാലിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തി. വളരെ അധികം സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അതിനെ പരിപാലിച്ചത്. പല ആപ്പിൾ ചെടി നട്ടപ്പോൾ പല വ്യക്തികളും പറഞ്ഞു, ഇവിടെ നമ്മളുടെ ഇത്ര ചൂടിലൊന്നും ഒരു ആപ്പിൾ ഉണ്ടാവില്ലെന്ന്. പക്ഷേ എൻ്റെ നിശ്ചയദാർഢ്യം എന്നെ രക്ഷിച്ചു. ഇന്ന് അതൊരു ആപ്പിൾ ഫലമുണ്ടായി. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇന്നലെ പറിച്ചു. അതിലും സന്തോഷമുള്ളത് എൻ്റെ 3 കൊച്ചുമക്കളും കൂടി ഇന്ന് ആ ഒരു ആപ്പിൾ മുറിക്കണമെന്നും അവരൊന്ന് മുറിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതും ഇന്ന് സഫലീകരിച്ചു. ഇത് ഞാൻ വളരെ കൃതാർത്ഥനാണ്. ഇതിൻ്റെ ഈ ഒരു കഥയുടെ ലക്ഷ്യം ചുരുക്കം, നമ്മൾ നിശ്ചയദാർഢ്യത്തോടെ എന്ത് ചെയ്താലും അതിന് ഒരു റിസൾട്ട് സർവേശ്വരൻ തരുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ഏത് മനുഷ്യർക്കും ആദ്യമായ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഒരു ചെടി നടുമ്പോൾ ആ ചെടി നമുക്കൊരു ഫലം തരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിന് തുല്യമാണ്. എല്ലാവർക്കും ഈ ആപ്പിള് 3 കുട്ടികളും കട്ട് ചെയ്ത് ഓരോരുത്തരും മാറി മാറി കട്ട് ചെയ്ത് അത് കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം മനസ്സിന് വളരെയധികം സന്തോഷം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇവിടെ കായ കിട്ടുകയും അതെൻ്റെ കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് എത്തിച്ച് കഴിക്കാനൊക്കെ പറ്റുന്നത് ഒരു വലിയൊരു ഈശ്വര അനുഗ്രഹമായിട്ട് തോന്നുന്നു. എല്ലാവരും മാതൃകയാക്കി എന്ത് ചെടി നട്ടാലും നമ്മളത് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫലം കിട്ടും. അത് എൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തോടും ആത്മാർത്ഥത്തോടും കൂടി ചെയ്യണം. അതാണ് ഇത്രയും 37 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉള്ള ഈ സമയത്ത് ആദ്യമായിട്ട് ആപ്പിൾ പൂവുണ്ടാവുകയും ആ ആപ്പിൾ കായായി വരികയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാൻ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ ഇട്ടിട്ട് കുറച്ചും കൂടി സൈസായി വന്നതിന് എൻ്റെ ആങ്സൈറ്റി പറിച്ചു കൊണ്ടുവരികയും അതിന് കുഞ്ഞുങ്ങളെ മുറിച്ച് കഴിക്കുകയും ചെയ്തു. എല്ലാം വളരെ സന്തോഷമാണ്. 2 ആപ്പിളും കൂടിയുണ്ട്. 2 ആപ്പിൾ ഏകദേശം ഇതേ അളവിൽ തന്നെ വളർന്നുണ്ട്. അപ്പോൾ ഇടക്കാലങ്ങളിൽ അതിൽ ഇല ചുരുണ്ട് പോവുകയും അങ്ങനെ ഞാൻ ഫോൺ ചെയ്യുകയും അതിൽ എനിക്ക് ഫോൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അത്ര വലിയ അറിവില്ലാത്തത് ചെടിക്ക് ചില ഡാമേജൊക്കെ വന്നെങ്കിലും ഇപ്പോഴും ആരോഗ്യത്തോടെ ഞാൻ അതിനെ പരിപാലിക്കുന്നുണ്ട്. എല്ലാം